ഹായ് ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഓണത്തിൻ്റെ സ്പെഷ്യലാട്ടോ ഈ ഒരു പായസം. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഷുഗറെല്ലാം മെൽട്ടാക്കിയിട്ട് നല്ല കളറോട് കൂടിയിട്ടാട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യുകയും ചെയ്യാം. ചൂടോടെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലെല്ലാം വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ഇതാ ഒരു കപ്പിലേക്ക് സാബുനരിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പോളെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കണം. പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഇനി 1 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ഈ ഒരു പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ പാത്രത്തിൽ 1 കപ്പ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റോളം ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് മെൽട്ടായിട്ട് കിട്ടും. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ആക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു പാലട പായസത്തിൻ്റെ ആ ഒരു കളറായിട്ടാണ് ഉണ്ടാവുക. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ ഇത് കളർ മാറിയിട്ട് അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽട്ടായി ചെറുതായിട്ട് കളറെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ചെറിയ ടിന്നിൽ പകുതിയോളം മിൽക്ക് മെയ്ഡായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ചൊരു കട്ട പിടിച്ചിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് വീഴാൻ കുറച്ചൊരു പണി ഉണ്ടായത്. ഇനി ഒരു മിൽക്ക് മെയ്ഡിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. ഞാനിപ്പോൾ 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പാല് ഒഴിച്ചപാടെ തന്നെ നമുക്കിത് ഒരു കട്ട പിടിച്ച പോലെയായിട്ടാണ് ഉണ്ടാവുക. ഒന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഈ ഒരു പഞ്ചസാര മെൽട്ടായിട്ട് ഇതിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും. ഇനി പാലിൽ ലയിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം സേമിയയില്ലേ അതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സേമിയ ചേർക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നാലും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇനി ഈ ഒരു സേമിയ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൊവ്വരിയാണ് കേട്ടോ. അതായത് ഈ ഒരു സാബൂനരി എന്ന് പറഞ്ഞ ഒരു സംഭവമില്ലേ അതാണ് കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂറോളം അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്നൊന്നും കുക്കായിട്ട് കിട്ടൂല കേട്ടോ. ഇതുപോലെ 1 മണിക്കൂർ വെള്ളത്തിൽ പൊതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ആ ഒരു സേമിയും സാബോരിയിൽ നന്നായിട്ട് കുക്കായിട്ട് കിട്ടണമെങ്കിൽ 15 മിനിറ്റോളം ഇത് വെക്കണം. ഞാനിതാ ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരയിൽ കുറച്ചൊന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. നമ്മളിത് വേവാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പാല് അടിക്കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരെ വേണ്ട കേട്ടോ. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുക. അങ്ങനെ നമ്മൾ പായസം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് ഒന്ന് നട്ട്സെല്ലാം കാച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് കിസ്മിസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബ്ലാക്ക് കളറിലുള്ള മുന്തിരിയാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് നമ്മളെ പായസത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചേക്കണം കേട്ടോ. എന്നാലും ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.